ജി സുധാകരനോടുള്ള അവഗണനയ്ക്ക് പിന്നാലെ ആലപ്പുഴ CPM-ൽ അതൃപ്തി പുകയുകയാണ്. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാഗേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ജി സുധാകരൻ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വെളിച്ചമാണ്. അഭിമാനത്തോടെ ഉച്ചത്തിൽ വിളിച്ചു പറയാവുന്ന പേരുകളിലൊന്നാണ് സുധാകരൻ. ആ പേര് പറഞ്ഞ് ഉപദ്രവിച്ചാലും മൂലയ്ക്കിരുത്തിയാലും അതുറക്കെ വിളിച്ചു പറയാൻ പേടിയില്ലെന്നും പാർട്ടി അംഗം കൂടിയായ ഷീബ രാഗേഷ്. സുധാകരനെ കുറ്റം പറയുന്നവർക്ക് നേരിട്ട് കാണുമ്പോൾ മുട്ടുവിറയ്ക്കുന്നുവെന്നും വിമർശനം. ജനുവരിയിൽ ജില്ലാ സമ്മേളനം നടക്കാനിരിക്കെയാണ് പാർട്ടിക്കുള്ളിലെ അതൃപ്തി പരസ്യമാകുന്നത്. ശരത് SS ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്, വെരി ഗുഡ് മോർണിംഗ് ശരത്. ആലപ്പുഴയിൽ സുധാകരന്റെ എതിർപക്ഷം സുധാകരന് ഫാൻസ് കൂടുതൽ സംതൃപ്തരല്ലെന്ന് കേട്ടു. അസ്വസ്ഥരാണോ ചിലർ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അതായത് ആലപ്പുഴയിൽ സുധാകരനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, നേരത്തെ തന്നെ അമ്പലപ്പുഴ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സുധാകരനെ ക്ഷണിക്കാത്തതൊക്കെ തന്നെ വിവാദമായതാണ്. പക്ഷേ ഇപ്പോൾ ജില്ലയിലെ മുഴുവൻ ഏരിയ സമ്മേളനം പൂർത്തിയായെങ്കിലും സുധാകരനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. സുധാകരനെ പാർട്ടിയിൽ അവഗണിക്കുന്നതിനെതിരെയൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലൊക്കെ തന്നെ രൂക്ഷമായ പ്രതികരണങ്ങൾ വരുന്നത്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ ഷീബ രാഗേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് സുധാകരൻ സംശുദ്ധ രാഷ്ട്രീയ നേതാവാണ്. അഭിമാനത്തോടെ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു പേരാണ് സുധാകരന്റേത്. ആ പേര് പറഞ്ഞതിന്റെ പേരിൽ വെട്ടിയൊതുക്കാനോ അല്ലെങ്കിൽ മൂലക്കിരുത്താനോ ഉപദ്രവിക്കാനോ ശ്രമിച്ചാലൊന്നും പേടിക്കില്ല എന്നുള്ളതാണ് ഷീബ രാഗേഷ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഒപ്പം സുധാകരനെ നാടുനീളെ കുറ്റം പറയുന്നവർ ഇത്തരത്തിൽ നേരിട്ട് കാണുമ്പോൾ മുട്ടിവിറയ്ക്കുന്നു എന്ന വിമർശനവും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. നമുക്കറിയാം, നിലവിൽ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനങ്ങളൊന്നും ക്ഷണിക്കാത്തതിന്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഇത്തരം വിമർശനങ്ങൾ കൂടി വരുന്നത്. പ്രത്യേകിച്ച് സുധാകരനെ പിന്തുണയ്ക്കുന്ന ആളുകളെ പാർട്ടി പൂർണ്ണമായും അവഗണിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പരസ്യ പ്രതികരണമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതായത് നിലവിൽ സുധാകരനെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ തന്നെ പാർട്ടി അവഗണിക്കുകയാണ്. ആ രീതിയിൽ കടുത്ത അവഗണന നേരിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഷീബ രാഗേഷ് രംഗത്തെത്തിയൊക്കെ തന്നെ. ഈ ഷീബ രാഗേഷിനോട് ശരത്തിന് സംസാരിക്കാൻ പറ്റിയോ? എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നിലുള്ള പെട്ടെന്നുള്ള പ്രകോപനം? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ നമുക്ക്? തീർച്ചയായും. അതായത് പാർട്ടിക്കുള്ളിൽ നേരിടുന്ന അവഗണനയ്ക്ക് പിന്നാലെയാണ് ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് അവരെത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് കടുത്ത അവഗണന. ഇപ്പോഴും പാർട്ടി അംഗം മാത്രമാണ് ഷീബ രാഗേഷ്. ദീർഘനാളായി പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നു. നേരത്തെ സുധാകരനായിരുന്നു ഇവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്താണ് ഇവർ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ വരുന്നത്. പക്ഷേ പിന്നീട് സുധാകരന്റെ ഒരു കാലത്തിന് ശേഷം ഇപ്പോൾ പൂർണ്ണമായും അവഗണന നേരിടുന്നു. പാർട്ടി അവഗണിക്കുന്നു. സമ്മേളനത്തിൽ പോലും വിളിക്കാതെ അവഗണിക്കുന്നു എന്ന രീതിയിലൊക്കെ തന്നെയാണ് അവരും പ്രതികരിക്കുന്നത്. ആ രീതിയിൽ പലരും, ഇത് ഷീബ രാഗേഷിന്റെ മാത്രം പ്രതികരണമല്ല, സുധാകരനെ അനുകൂലിക്കുന്ന ആളുകളെയൊക്കെ തന്നെ പാർട്ടി പൂർണ്ണമായും അവഗണിക്കുന്നു എന്നുള്ള വിമർശനം തന്നെയാണ് ഇവരും ഈ പറഞ്ഞു വെക്കുന്നത്. സുധാകരന്റെ പേര് പറഞ്ഞതിന്റെ പേരിൽ മൂലക്കിരുത്തുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു, വെട്ടിയൊതുക്കാനുള്ള ശ്രമം. പക്ഷേ അതിലൊന്നും പേടിക്കില്ല എന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അവരും പറയുന്നുണ്ട്. ആ രീതിയിൽ സുധാകരനെ അനുകൂലിക്കുന്നവരെ പാർട്ടി അവഗണിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് നേരത്തെ നമുക്ക് വ്യക്തമായതുമാണ്. നിലവിൽ 15 ജില്ലാ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയായ സമയത്ത് ഒരു ഏരിയ സമ്മേളനത്തിലോ അല്ലെങ്കിൽ ലോക്കൽ സമ്മേളനത്തിലൊന്നും തന്നെ സുധാകരനെ ക്ഷണിക്കാതെ അവഗണിക്കുന്നു. അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ, അതായത് സുധാകരന്റെ ഏരിയയാണ് അമ്പലപ്പുഴ, പക്ഷേ ആ 1 കിലോമീറ്റർ പരിധിയിൽ സമ്മേളന നഗരി ഉണ്ടായിട്ട് പോലും സുധാകരനെ ക്ഷണിക്കാതെ അവഗണിച്ചു. അത് പിന്നീട് വിവാദമായതിന് പിന്നാലെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയായിരുന്നു സുധാകരനെ ക്ഷണിക്കാതെ എന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. പക്ഷേ അതും സംസ്ഥാന നേതൃത്വം ഇടപെട്ടതിന് പിന്നാലെ ആ ഒരു നിലപാടിൽ മാറുന്ന സാഹചര്യം. ജില്ലാ സമ്മേളനം നടക്കുമ്പോഴേക്ക് കാര്യങ്ങൾ പൊട്ടിത്തെറിയിലോട്ട് പോവോ ഇങ്ങനെ പോയാൽ ശരത്തെ ആലപ്പുഴയിൽ? നിലവിലുള്ള സാഹചര്യത്തിൽ അതിന് വലിയ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, ജനുവരി 10, 11, 12 തീയതികളിലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. അതിനു മുന്നോടിയാണ് ഇപ്പോൾ പരസ്യ പ്രതികരണം പോലും വരുന്നത്. നിലവിൽ ഏരിയ സമ്മേളനം പൂർത്തിയായ സമയമാണ്. പക്ഷേ ഇപ്പോഴും പാർട്ടിക്കുള്ളിലുള്ള അതൃപ്തി പുകയുന്നു. ആ രീതിയിൽ പരസ്യ പ്രതികരണങ്ങൾ വരുന്നു. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി അത് രൂക്ഷമായ രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതിന്റെയൊക്കെ തന്നെ ഭാഗം തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റും അഡ്വക്കേറ്റ് ഷീബ രാഗേഷിന്റെ ഈ ഒരു പ്രതികരണവും ഒക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജില്ലാ സമ്മേളനത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തന്നെ സാധ്യതയുണ്ട്. വിഭാഗീയത രൂക്ഷമായ പല ഏരിയ സമ്മേളനങ്ങളും ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കായംകുളം ഏരിയ സമ്മേളനം ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ നേരിട്ടതാണ്. ഒപ്പം അമ്പലപ്പുഴ ഏരിയ സമ്മേളനമാണെങ്കിൽ പോലും അത് നമുക്ക് ചർച്ചയായതാണ്. അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ജില്ലാ സമ്മേളനവും വലിയ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ വിഭാഗീയതയുടെ മറ്റൊരു തലത്തിലൊക്കെ തന്നെ ജില്ലാ സമ്മേളനവും മാറാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റും. ഓക്കെ, താങ്ക് യു. ശരത്താണ് വിവരങ്ങൾ നൽകിയത്. അടുത്ത ജില്ലാ സമ്മേളനം
ആലപ്പുഴയിൽ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ജില്ലാ സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുമ്പായി പാർട്ടിക്കുള്ളിൽ, ജില്ലയ്ക്കുള്ളിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നാണ് ഷീബയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മനസ്സിലാക്കുന്നത്. ചെറിയ കക്ഷിയല്ല, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. സുധാകരൻ അനുകൂലിച്ചുകൊണ്ടും സുധാകരനെ എതിർക്കുന്നൊരു വിഭാഗം, അതിൽ പാർട്ടി സെക്രട്ടറി, അതേപോലെ എച്ച് സലാം, നമ്മുടെ സജി ചെറിയ മിനിസ്റ്റർ, ഇവരുടെയൊക്കെ പേരുകൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. സുധാകരനൊപ്പം എതിരായി മറുവശത്ത് നിൽക്കുന്ന ഒരു ശരിയാണ് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്തായാലും പാർട്ടിക്കുള്ളിൽ ജില്ലയിൽ വലിയ തരത്തിലുള്ള അസ്വസ്ഥതകളും ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് ഇതൊക്കെ ഒരുമിച്ച് വരുമോ അതല്ല ഇങ്ങനെ ഒറ്റപ്പെട്ട ശബ്ദമായി നിൽക്കുമോ എന്ന് മാത്രമേ നമുക്ക് അറിയൂ. കുളിപ്പിച്ച് ആലപ്പുഴയിൽ CPM ഒരു വഴി കാക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എല്ലാ പാർട്ടികളുടെ ഉള്ളിലും ആഭ്യന്തര പ്രശ്നങ്ങൾ അതിനുള്ളിൽ തന്നെയാണ് പരിഹരിച്ച് തീർക്കേണ്ടത്. സമൂഹ മാധ്യമത്തിലിട്ടെടുത്താൽ നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾ അത് കൈകാര്യം ചെയ്യും. അത് നാട്ടുകാർക്കും അതേപോലെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും ഒക്കെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അത്രമാത്രം.